Hi friends, സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വീടുകൾ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വീടാണ്. അതിനുമപ്പുറം റിനോവേറ്റ് ചെയ്ത വീടാണ്. ഈ കാണുന്ന വീട് കണ്ടില്ല, ഭംഗിയായിട്ട് വെറൈറ്റി ആയിട്ട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ നോവോ ആർട്ട് ആർക്കിടെക്ട്സും അതുപോലെ ബിഗ് സോണും ചേർന്നാണ്. ഭംഗിക്ക് അപ്പുറം ഏറ്റവും നല്ല രീതിയിൽ ആപ്റ്റ് ആകുന്ന ഒരു ഇന്റർനാഷണൽ ലുക്ക് കിട്ടുന്ന ഇന്റീരിയർ കൂടിയാണ് ഈ വീടിന്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഡെക്കോ ഡിസൈൻ എന്ന നമ്മുടെ പേജ് ഇതുവരെ നിങ്ങൾ സന്ദർശിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ സന്ദർശിക്കുക. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സിറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഇവിടുത്തെ ഒരു സ്പേഷ്യസ് ആട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ ഡൈനിങ് ആണെങ്കിലും ഷെയർ ഏരിയ ആണെങ്കിലും ഫാമിലി ഏരിയയിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കാഴ്ചകൾ കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വാൾ പാനൽ അല്ലെങ്കിൽ വാൾ ഡിസൈൻ ആണ്. സാധാരണ രീതിയിൽ ഒരു സിമ്പിൾ ഇൻറ്റീരിയറിൽ കൊടുക്കുന്ന കുറേ പാനലിംഗ് ഐഡിയാസ് ഒന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മാർബിൾ ഏരിയ കാണാം, ലൈറ്റ് ഏരിയ കാണാം, അതുപോലെ ഒരു ഹൈ ലെങ്ത്തുള്ള അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ഒരു വോയിഡ് ഏരിയ ആയതുകൊണ്ട് നല്ല അടിപൊളി ഷാൻഡിലിയേഴ്സ് മേലെ കാണാം. ഏറ്റവും നല്ല ഷാൻഡിലിയേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇത്ര വലുപ്പമാണെന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകും. പക്ഷേ ഇവിടെ കൊടുത്തിരുന്നത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷാൻഡിലിയേഴ്സ് ആണ്. അതുപോലെ ഈ ഒരു സിറ്റിംഗ് കണ്ടില്ലേ, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ സോഫ ഡിസൈൻ ആണ്. പക്ഷേ ഏറ്റവും നല്ല അട്രാക്ഷൻ ഈ കാണുന്ന സെൻറ്റർ ടേബിൾ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു സംശയം ഉണ്ടാവില്ല അല്ലേ. നല്ല കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്ലോർ എല്ലാം 8x4 ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷാണ്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ഐഡിയാസ് ഒരുപാട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഈ കാണുന്നതെല്ലാം വിനീറിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം. ഒരു ഷോ കൂടുതൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കർവ് ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു പാസേജ് ആണ്. അതിന് സീലിംഗ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് വിനീറിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് ഇതാ ഒരു ഇൻ്റർനാഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു പാർട്ടീഷൻ വുഡൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വുഡൻ പാർട്ടീഷൻ്റെ ഡിസൈൻ പോലും ഒരു പ്രൊഫഷണൽ ഡിസൈൻ ടച്ച് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അതിൽ നിന്നൊരു കൗണ്ടർ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കറിയാം ഡൈനിങ് സ്പേസ് ഇതാണെങ്കിൽ ഈ ഒരു റൈറ്റിലേക്ക് നമുക്കൊരു വാഷ് ഏരിയ വരുന്നുണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് നമുക്കിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടാപ്പ് രണ്ട് സൈഡിൽ നിന്നും വാഷ് ഏരിയ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതാ ഈ ഒരു വലിയ കേട്ടൻ കാണുമ്പോൾ ഇതിന് പിന്നിൽ എന്താണെന്ന് സംശയം ഉണ്ടാവില്ലേ. ഈ ഒരു ഡൈനിങ് സ്പേസിലെ ഈ ഒരു വലിയ കേട്ടൻ്റെ പിന്നിൽ നല്ലൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ കേട്ടൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു ആ രീതി ഫീൽ ചെയ്യാം. അതല്ലെങ്കിൽ നേരെ ഇറങ്ങിപ്പോവാം. ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഇതാ വലിയ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്ന ഒരിടം. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇത്രയും സ്പേസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പേസ് ഉണ്ട്. നല്ലൊരു പൂൾ ഏരിയ, ഡെക്ക് ഏരിയ, അതുപോലെ ഒരു വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം എടുത്ത് പറയുന്നത് ഈ ഒരു വാഷ് ഏരിയ ആണ്. ഈ ഒരു വാഷ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഗാദറിംഗ് ഒക്കെ നടക്കുമ്പോൾ കൂടുതൽ സ്പേസിൽ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഷ് ഏരിയ, അതിൻ്റെ ഒരു മിറർ സ്പേസ് ഒക്കെ കാണാം. അതുപോലെ പൂൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ അത്യാവശ്യം ഒരു വലിയ ഫാമിലിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം. നമ്മൾ റിസോർട്ടിൽ പൂള് തിരഞ്ഞും പോകേണ്ട ഒരു ആവശ്യമേ ഇവിടെ വരുന്നില്ല. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ എക്സ്ട്രാ കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനും സിറ്റിങ്ങും എല്ലാം കൊടുത്ത് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു മെയിൻ ഹാളിൽ നിന്ന് ഈ സ്റ്റെയർ ഏരിയ അല്ലെങ്കിൽ ഫാമിലി ഏരിയയിലേക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സ്പേസിൽ ഒരു കേർട്ടൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ള ഒരു സമയത്ത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു കർട്ടിനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈവസി ഇതുകൊണ്ട് കിട്ടുന്നതാണ്. കാരണം ലിവിങ്ങിൽ എല്ലായ്പ്പോഴും നമുക്കറിയാം ഫാമിലി തന്നെ ആവണമെന്നില്ല, പലരും വരുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പർപ്പസ് ഈ ഒരു കേർട്ടിൽ ഇവിടെ നടക്കും. ആവശ്യമില്ലാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഉണ്ടെന്ന് അറിയുകയില്ല. ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. സ്പെഷ്യൽ ഡിസൈനും അപ്പുറം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഈ ഒരു ഡിസൈൻ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ബീഡിങ് സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. സാധാരണ രീതിയിൽ വീടുകൾ കാണുന്ന സ്റ്റെപ്പ് ഐഡിയകളൊന്നും അല്ല കേട്ടോ. ഇതുപോലുള്ള സ്റ്റെപ്പുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അതിൻ്റെ സ്റ്റെപ്പ് എത്തിയോ എന്നുള്ളത്. അതിന് ഈ ലൈറ്റും കൂടെ വന്നപ്പോൾ അത് ക്ലിയറായി. ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ ഗാർഡൻ ഏരിയ അല്ലെങ്കിൽ ഈ പെവൽസ് ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാട്ടോ. 2 സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് നല്ലൊരു പ്ലാന്റ് കാണാം. ഭംഗിയുള്ള ആംബിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെ കിട്ടും. അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ മറ്റൊരു അട്രാക്ഷൻ, ഇവിടുന്ന് സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പ് ഒരു വുഡൻ ഐഡിയ ആയിട്ട് നമുക്ക് കാണാം. വുഡൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് വെറുതെ കൊടുത്തല്ല, ഈ വുഡ് ഇങ്ങോട്ട്
കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത സ്റ്റെപ്പുകളിലൂടെ കയറുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വുഡൻ സ്റ്റെയർ ആണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ മെറ്റൽ ഐഡിയയിൽ ഗ്ലാസ് ഹാൻഡ് റെയിലും വുഡൻ ഹാൻഡ് ഗ്രാബും വെച്ചിട്ടുള്ള സ്റ്റെയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ പല രീതിയിൽ ചെയ്യാം, പക്ഷേ അത് ഏറ്റവും ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കിതൊരു ഇത്രയും വലിയ വീടിൻ്റെ ഒരു സ്റ്റെയർ ഏരിയ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ചെറിയ സ്റ്റെയർ കൊടുത്താൽ പോരല്ലോ, ആ ഒരു ആംബിയൻസോട് കൂടി ചെയ്യണ്ടേ, അതാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഫാമിലി ഹാളാട്ടോ കാണാൻ പോകുന്നത്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ സ്റ്റെയറിൽ നിന്ന് തന്നെ പറഞ്ഞു പോകാം, സ്റ്റെയർ ഇതാ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഷെൽഫിലേക്കും അതുപോലെ TV വാളിലേക്കുമാണ്. TV ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു, സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. നമുക്കത് ഒരു ഫാമിലിക്ക് എങ്ങനെയാണോ ഗ്യാദർ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ്. സീലിംഗ് ഡിസൈൻ സിമ്പിളാണ്, വളരെ ഭംഗിയിൽ ആ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് മാക്സിമം സൈസിൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ റെഫ്രിജറേറ്റർ അതിൻ്റെ ഒരു സൈഡിൽ കാണാം. പക്ഷേ ഒന്നുകൂടെ അട്രാക്റ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം കാണുന്ന കൗണ്ടറാണ്. രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസ് എല്ലാം നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫാമിലിക്ക് മാക്സിമം നല്ല രീതിയിൽ ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമെന്ന്. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നല്ലൊരു എൽ ഷേപ്പ് സിറ്റിങ്, അതുപോലെ ഒരു ഊഞ്ഞാൽ, അതുപോലെ നല്ലൊരു ടേബിള്, കാർപ്പറ്റ്, ഈവൻ കാർപ്പറ്റ് പോലും അത്രയും ഭംഗിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ സീലിംഗ് അതിലുപരി ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡിസൈനെ കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. വാൾ പാനലിങ്ങിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു കർവ് ഡിസൈൻ, അതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ലൂവറിൽ പാനൽ ഡിസൈൻ, അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫാബ്രിക് ഡിസൈൻ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു കർട്ടന് പിന്നിലുള്ള കാഴ്ചകളാണ്. ഒരു ഫാമിലി ആകുമ്പോൾ ആ ഒരു ഫാമിലി ഗാദറിങ്ങിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലുള്ള ഒരു കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു പാഷ്യോ ഒക്കെ കൊടുക്കണ്ടേ. ഈ കാണുന്ന വലിയ സ്ലൈഡിങ് ഡോർ കണ്ടില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് സിസ്റ്റം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ലൈഡിങ് ഫോൾഡിങ് സിസ്റ്റം ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിസ്റ്റം വിൻഡോസ് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സ്ലൈഡിങ് ഫോൾഡിങ് എന്നുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വലിയ ഏരിയകൾക്കൊക്കെ ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു ഏരിയ. ഫാമിലി ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഇടങ്ങൾ വേണ്ടേ. കിച്ചണിലേക്കുള്ള ഒരു പാസേജ് ഉണ്ട്, അതുപോലെ ഇരിക്കാനുള്ള ഒരുപാട് നല്ല ഐഡിയാസ്. ഇതൊരു ഔട്ട്സൈഡിൽ ഇരിക്കുന്ന ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. മേലേക്ക് നോക്കുമ്പോൾ ആകാശം കാണാം, മഴവെള്ളം ഇവിടേക്ക് വീഴും. എന്നാൽ ഈ സൈഡിലൊരു കിണർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ കിണർ വരുന്ന ഒരു ഏരിയയാണ്. അതിനൊരു ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ബഫല്ലോ ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം മഴവെള്ളം ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആംബിയൻസ് കിട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ട് ആ ഒരു ഏരിയനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വീട്ടിൽ 5 ബെഡ്റൂമുകളാണുള്ളത്. നമ്മൾ മാസ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഹാളിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രെയർ ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡോർ തന്നെ നല്ല ഡിസൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തും ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുകയാണെങ്കിൽ സിമ്പിൾ ഡിസൈനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാലും ഇതിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ എന്തെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ്. അതുപോലെ ഈ വോളിൽ കണ്ടില്ലേ, ടെക്സ്ചർ വർക്കാണ് ഈ ഒരു ഹെഡ് വോളിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പെയിൻറ്റിങ്സും ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അഡീഷണൽ വന്നിരിക്കുന്ന പാനൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ് കോട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഹെഡ് ബോർഡോട് കൂടിയ ഒരു ബെഡ് കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഫീൽ കിട്ടുന്ന കാർപ്പറ്റ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള റിപ്പിൾ കർട്ടൻസും കൂടെ കൊടുത്ത് ഈ ഒരു ഏരിയനെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കാണ് ഈ ഒരു മാസ്റ്ററിലെ എക്സ്ട്രാ വരുന്ന സ്പേസിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വാർഡ്രോബ് എന്ന് പറയണം. സ്ലൈഡിങ് ആണ്, ഇതും സിസ്റ്റം ഡോസ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു ഏരിയനെ അട്രാക്റ്റീവ് ആക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട്. അതുപോലെ ബാത്റൂം ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. വീടുകളിൽ കിഡ്സ് ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ചെറിയ സ്പേസിലാണെങ്കിലും ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു റൂമിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ സൈസിലാണ് വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് എന്ന് പറയുമ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള സൈസ് നോക്കുകയാണ് 17 അടിയാണ് ഇതിൻ്റെ നീളം. അതുപോലെ വിഡ്ത്ത് ആണെങ്കിലോ 10 അടിയേ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ സ്പേസ് എന്ന് പറയുമ്പോൾ അത് നീളത്തിലാണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ബെഡുകളെ, ഫർണിച്ചറിനെ എല്ലാം. ഈ കാണുന്ന ഹെഡ് ബോർഡ് ഉണ്ടല്ലോ, ഓറഞ്ച് കളറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിലേക്ക് നല്ല രീതിയിലുള്ള ഫാബ്രിക്കും കൂടെ കൊടുത്തപ്പോൾ സൂപ്പർ ആയില്ലേ. 2 ബെഡുകളാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഹെഡ് വോൾ ഡിസൈന് സിമ്പിളായിട്ട്
ലാമിനേറ്റ്സ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലെ ഡിസൈനൊക്കെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആർട്ട് വർക്ക് പോലും ആ ഒരു കിഡ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തു. നല്ല റിപ്പിൾ കർട്ടനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വാർഡ്രോബ്, അതിൻ്റെ കളർ സ്കീം, അതിലെ ഡിസൈനുകൾ എല്ലാം അടിപൊളി തന്നെ. എക്സ്ട്രാ വരുന്ന ഈ ഒരു ഏരിയയിൽ സിമ്പിളായിട്ടുള്ളൊരു ടാബിൾ സെറ്റ് ചെയ്തു. ഇത് ഫോൾഡബിൾ ടാബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സ്ട്രാ ആക്സസറീസ് വെക്കാനുള്ള സ്പേസുകളെല്ലാം ഇവിടെയുണ്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സ്ലൈഡിങ് വാർഡ്രോബ് സിസ്റ്റങ്ങളാണ്. എല്ലാം ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിസൈൻ ആണ്. വാളിൽ വുഡൻ ഹെഡ് ബോർഡ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടെക്സ്ചർ വർക്കും ആർട്ട് വർക്കും ചെയ്തു. സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ട് ലൈറ്റ് എലഗൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിന് ഏറ്റവും ആപ്റ്റാണ്. അത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിൽ ആർക്കിടെക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്രയും സ്പേസ് ഉള്ള ഒരു റൂമാണ്. ഇവിടെ റിപ്പിൾ കർട്ടൻ കൊടുത്തു. അതുപോലെ എക്സ്ട്രാ ഒരു സിറ്റിങ്ങും കൊടുത്തു. അങ്ങനെയാണ് ഈ റൂം ഭംഗിയാക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ കിച്ചൺ കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഗ്ലാസ് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കിച്ചണാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്. ഒരു ഐവറി കളർ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം വന്നിരിക്കുന്നത് അക്രലിക്കിലാണ് കേട്ടോ ഫിനിഷ്. അതുപോലെ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണാൻ ഈ ഒരു കൗണ്ടർ തന്നെ ആയിരിക്കും. ഇതൊരു ഐലൻഡ് കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 6 പേർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. ഇത് അക്രലിക്കിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ വരുന്ന പാറ്റേൺ അക്രലിക് പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാം WPCയിൽ വന്നിരിക്കുന്ന കിച്ചണാണ്. അതിലേക്ക് ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നതാണ് അക്രലിക് എന്ന് പറഞ്ഞത് കേട്ടോ. അതിന് എക്സ്ട്രാ അലൂമിനിയം കൊണ്ടുള്ള ഇതുപോലുള്ള ഡോർ കൂടെ വന്നപ്പോൾ അത് അടിപൊളിയായി, വേറെ ലുക്കായി. കൗണ്ടർ സ്ലാബാണ്, നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഫുൾ ബോഡി സ്ലാബ് കൊണ്ടാണ് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടാൻഡ ബോക്സ്, ടോൾ യൂണിറ്റ്, അതുപോലെ പുൾ ഔട്ട് യൂണിറ്റ്, എല്ലാം ക്രോക്കറി ഷെൽഫുകൾ എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി കിച്ചൺ. എടുത്തു പറയേണ്ടത് ഈ സിങ്കിൻ്റെ മോഡലാണ്. നമ്മൾ മുമ്പ് വൈറലായിരുന്ന ആ ഒരു സിങ്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിമ്മിനി ഹുബ് ആൻഡ് ഹുഡ് ഈ ഒരു ഭാഗത്ത് ആഫ്ലയുടെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ ഒരു പുൾ ഔട്ട് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയയിലേക്ക് വർക്ക് ഏരിയ വരുന്നു, അതുപോലെ സ്റ്റോർ റൂം വരുന്നു. അങ്ങനെയാണ് ഈ ഒരു കിച്ചൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്. സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് കാണാം. നല്ല കർവായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഫീല് കിട്ടുന്ന രീതിയിൽ ഒരു അടിപൊളി കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീല് കിട്ടുന്ന സ്റ്റെയർ ഏരിയ എങ്ങനെയാവണമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനുകളാണെങ്കിൽ കൂടി അത് പ്ലേസ് ചെയ്ത രീതി, വുഡിൻ്റെ സെൻട്രലായിട്ട് നല്ലൊരു വൈറ്റ് പോർഷൻ, അതിലൊരു ആർട്ട് വർക്ക്, നല്ല ആംബിയൻസിലെ ലൈറ്റുകൾ, പ്ലാന്റ്, ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വന്നപ്പോൾ ആ ഒരു ലക്ഷറി ഫീല് കിട്ടിയില്ലേ. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മറ്റൊരു കാഴ്ചയാണ് നമ്മൾ വോയിഡ് ഏരിയയിൽ വരുന്ന ഈ ഒരു പോർഷനിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലാമ്പ് അല്ലെങ്കിൽ ലൈറ്റുകൾ അത് ഡ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വേറെ ഫീലാണ്. അതുപോലെ ഈ ഒരു വലിയ ഹാളിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു സിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നമുക്ക് നേരത്തെ കണ്ട ഡൈനിങ് സ്പേസിലേക്കുള്ള വ്യൂ, പൂൾ ഏരിയയിലേക്കുള്ള വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്ഥലം അടിപൊളിയാക്കിയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ എക്സ്ട്രാ ഈ ഒരു സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റഡി ഏരിയയുടെ കൂടെ തന്നെ ട്രോഫി ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമാണ്. നല്ല വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു, നല്ല ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വുഡൻ എഡ്ജുകൾ ഷാർപ്പൺ ആകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ടെക്സ്ചർ വർക്കും ലൈറ്റിങ്ങും എല്ലാം നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിനകത്ത് നല്ലൊരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നല്ലൊരു സിറ്റിംഗ് ഇവിടെ ഒരു സ്പെഷ്യൽ ഡിസൈനിൽ സെറ്റ് ചെയ്തു. അതുപോലെ വാർഡ്രോബ് ഈ ഒരു ഏരിയയിൽ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തു. അതുപോലെ ഇതിൻ്റെ മിററിൻ്റെ ഡിസൈൻ, അതാണ് ഈ റൂമിലെ ഹൈലൈറ്റ്. ഒരു കർവ് ഡിസൈൻ ഇവിടെ വന്നപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സോഫയും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഇത്രയും നല്ല ആംബിയൻസോട് കൂടി റിനോവേറ്റ് ചെയ്താന്ന് ഒരിക്കലും പറയാത്ത രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ. ഈ കാണുന്ന വൈഡ് ആയിട്ടുള്ള ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റ്റീരിയറിൽ ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം സൈസ് വരുന്ന ഒരു വീടാണ്. ഇതിനെ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ. അതിൽ പൊളിക്കേണ്ട ഭാഗങ്ങൾ കറക്റ്റായിട്ട് പൊളിച്ചെടുത്ത് അതിനെ റീഷേപ്പ് ചെയ്തിട്ടാണ് ഈ ഭംഗിയുള്ള എലമെൻ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടിൻ്റെ റൈറ്റ് സൈഡിൽ കാർ പോർച്ച് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോൺ ക്ലാഡിങ്ങും അതുപോലെ പാനലിങ്ങും ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ഫ്ലോറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മുറ്റത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ ഡിസൈനർ ടച്ചോട് കൂടി ഒരുപാട് ഡിസൈനുകളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണിലാണ്. 2 കളറുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഫെൻസ് ഡിസൈൻ വീടിൻ്റെ ഡിസൈനായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഡിസൈനിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോകളുടെ കാര്യമാണ്. എല്ലാം സിസ്റ്റം അലൂമിനിയം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റാലിക് ഫിനിഷോട് കൂടിയിട്ടാണ് അത് കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഐഡിയാസ് നോക്കുകയാണെങ്കിൽ ഇത് നാച്ചുറൽ വുഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അകത്ത് സ്റ്റോറേജും കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കാണുന്ന പ്ലാൻസ് ഏരിയയിലേക്കായിരിക്കും വന്നിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോ കണ്ടില്ലേ, ടഫനും ഗ്ലാസും അതുപോലെ സിസ്റ്റം അലൂമിനിയത്തിലും നമുക്ക് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റാലിയൻ മാർബിളാണ് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അകത്ത് വരുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാം 8x4 ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ വീടിൻ്റെ സിറ്റ് ഔട്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് കോംപ്ലിക്കേഷൻ തന്നെ. സിമ്പിൾ ഫർണിച്ചേഴ്സ് ഇതുപോലെ പ്ലേസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതുപോലെ അവിടെയുള്ള വിൻഡോ ആണെങ്കിലും ഡോർ ആണെങ്കിലും അതിന് മാക്സിമം ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ, ഫുൾ ലെങ്ത്തിൽ വരുന്ന വലിയ ഡോറുകളാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുമാത്രമല്ല തേക്ക് വുഡ് ഫിനിഷിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ചോളം തിക്നെസ് വരുന്ന സോളിഡ് വുഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡോറ് ഡിസൈൻ ചെയ്തത്. ഡോറിൽ കുറേ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഗ്രെയിൻസ് മാത്രമാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ ഗ്രൂസും കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെയുള്ളത് അംസകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷായനയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമ്മൾക്ക് കാണിച്ചു തന്നു എങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെന്ന്. സാധാരണ മുമ്പേ ഉള്ള വീടാണ്, റിനോവേറ്റ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങളൊരു പ്ലസ് അല്ലേ. പിന്നെ അത് ഇങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളതാണ്. നിങ്ങളെ കുറേ സജഷൻസ്, എന്തൊക്കെ സജഷൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ? ഞാൻ ഇവരോട് പറഞ്ഞത് വീടിൻ്റെ ഉള്ളിലേക്കൊരു വെളിച്ചം, അതുപോലെ മൊത്തം ഓപ്പണായിട്ട് എയർ പാസ് ചെയ്യണം, മൊത്തം ഓപ്പൺ. എന്നാൽ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫീല് വേണം, എന്നാൽ പുറത്താവും വേണം. മെയിനായിട്ട് ഇവർ കൊടുത്ത സാക്ഷനാണ്. നമ്മളിത് 25 വർഷം മുമ്പ് ഉണ്ടാക്കിയ പഴയ വീട് റിനോവേഷൻ ചെയ്തതാണ്. ഇത് ഇവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ മുഖേന നമ്മൾ കൊടുത്തത്. നമ്മൾ 2, 3, 4, 5 എഞ്ചിനീയറെ കാണിച്ചു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പൊളിക്കണം എന്നാണ്. പക്ഷേ ഇവർ മാത്രമാണ് പൊളിക്കാതെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് സജാദും അസ്ഫറുമാണ്. അവർ പറഞ്ഞു ചെയ്ത് ഞങ്ങളോട് 1 വർഷം കൊണ്ട് നിങ്ങളെ വീട് നിങ്ങൾ ഉദ്ദേശമാതിരി ഞങ്ങൾ പൂർത്തിയാക്കി തരാം. അതുപോലെ അവർ 1 വർഷം കൊണ്ട് ചെയ്തും തന്നു. ഓക്കെ. അതുപോലെ ഇതിൽ പൂള് വന്നല്ലോ, പൂള് നിങ്ങൾ സജസ്റ്റ് ചെയ്താണോ? പൂള് അല്ല, ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു പൂള് വേണം, ഒരു കോട്ടിയാട് വേണം. അതൊക്കെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ ഭംഗിയായി സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇവരോട് പറഞ്ഞിരുന്നു പൂള് മൊത്തം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പൂള് അകത്തേക്കാകണം, എന്നാൽ ക്ലോസ് ചെയ്താൽ പുറത്തേക്കാവണം. ഇതൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മാതിരി തന്നെ ആവണം എന്നുള്ളത്. അതുപോലെ അവർ കറക്റ്റായിട്ട് ചെയ്തു തന്നു. ഓക്കെ. അതോടെ ഭാര്യയുടെ ഒരു കാര്യം ചോദിക്കാനുള്ള, കിച്ചൺ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ ആയോ കിച്ചൺ? കിച്ചൺ വേണമെന്നുള്ള ഇതുണ്ടായിരുന്നു, അതുപോലെ ആയും ചെയ്തു. അതുപോലെ തന്നെ ആയി. ഇതിനകത്ത് സെന്ററിൽ ഒരു ടേബിള്, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തു അല്ലേ? നീറ്റായി കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ടോ? അക്രിലിക് ആയതുകൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അല്ലേ? അപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കാണ്ട് അതിനെക്കാട്ടി എത്ര ബെറ്റർ ആക്കിയിട്ട് അവർ ഞങ്ങൾ ചെയ്തു തന്നു. മെയിനായിട്ട് ഞങ്ങൾ 1 വർഷം കൂടെ അവർ ചെയ്തു തന്നുള്ളതാണ്. ഈ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലൊക്കെ CNC പാർട്ടീഷൻ കാണാം. നമുക്ക് മെറ്റലിൽ ചെയ്തിരിക്കുന്ന കേട്ടോ, നല്ലൊരു പ്രൊട്ടക്ഷനും പ്രൈവസിയും ഉണ്ട്. അതുപോലെ പോളികാർബൺ ഷീറ്റ് യൂസ് ചെയ്ത് റൂഫ് ചെയ്തിരിക്കുകയാണ്. ഫാനുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇരിപ്പിടങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ഫുൾ ഓപ്പൺ സ്പേസ് പോലെ തന്നെ നമുക്ക് കിട്ടും. പൂൾ ഏരിയ അല്ലെങ്കിൽ പാർട്ടി ഏരിയ ഒക്കെ കിട്ടുന്ന രീതിയിൽ വീട് പല രീതിയിൽ ഡിസൈൻ ചെയ്യാം. വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ നമ്മുടെ സ്പേസ് റിനോവേഷൻ സ്പേസ് ആണെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ടീമിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.